So we have the front view and top view of that solid, that means cone, and the section plane which is perpendicular to VP and 30-degree inclined to HP, and also which is passing through the extreme right end of the base. Okay, so we can see the base here. Base means A to H. Okay, base is A B C D E F G H. So extreme right of the base means which is in front view, right, which is in front view. We can see that the point E, the extreme right side of the base. Okay, so ഈയിലൂടെ പാസ് ചെയ്യുന്ന ഒരു section plane which we can represent as a line, a chain thin line with thick ends and arrowhead. Okay, and we have marked the VT, which is the vertical trace of that section plane, just because this section plane is perpendicular to VP and inclined to HP. So we can say the trace of the section plane, that means that line of that section plane in front view. Okay, so mention the section plane also VT, right. Then we have find out the section points on the generators. We have no slant edges in the cone, so we have projected the points onto the generators, the front view of generators. So we got the 1 dash, 2 dash and up to 8 dash. Then right, then moving to find out the top view of these points. Okay, so I'm already പറഞ്ഞിട്ടുണ്ട് the point 1, we need to find the top view of the point 1. That point 1 is lying on generator OA. We can see the front view O dash A dash on O dash A dash, which is 1 dash, which is similar in top view OA. In that O we will have the point 1. Okay, so project the point 1, draw a perpendicular from to the XY line, and this will be the point 1. This is top view of point 1. Okay, so which is point 1. Right, then the next one, point 2. Point 2 is on OB, so project the point 2 onto the generator up to OB. This will be the point 2, top view of point 2. Okay, this might be point 2. Okay, point 2, then the point 3, and we can plot the point 8 also here. Okay, കാരണം 8 നമുക്കറിയാം which is on edge OH, right. OH ൻ്റെ top view ഇവിടെ ഉണ്ട്, OH ൻ്റെ front view ഇവിടെ ഉണ്ട്. സോ നമുക്ക് 8 പോയിന്റ് പ്രൊജക്റ്റ് ചെയ്തിട്ട് അപ് ടു എച്ച് വരെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പോയിന്റ് കിട്ടും, റൈറ്റ്. നമുക്ക് ആ ഓർഡറിൽ തന്നെ ചെയ്യാം. ഓർഡറിൽ തന്നെ ചെയ്യണമെന്നില്ല, കാരണം നമുക്ക് എല്ലാ പോയിന്റ്സിൻ്റെയും നെയിമിംഗ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം 1 ആൻഡ് ത്രൂ ദി സർഫസ് ഓഫ് ദ കോൺ നമ്മൾ 1 to 8 പേര് കൊടുത്തിട്ടുണ്ട്, റൈറ്റ്. സോ നമുക്ക് 3 നോക്കാം. ദെൻ പോയിന്റ് 3 ഈസ് ഓൺ OC. ഓക്കെ, സോ പ്രൊജക്ട് ദ പോയിന്റ് 3, റൈറ്റ്. പോയിന്റ് 3 ഞാൻ പ്രൊജക്റ്റ് ചെയ്തു അപ് ടു OC, റൈറ്റ്. OC എന്ന് പറയുന്നത് ആക്ച്വലി വിച്ച് ഈസ് എ വെർട്ടിക്കൽ ലൈൻ, റൈറ്റ്, ഇൻ അവർ വ്യൂ, റൈറ്റ്. ഇൻ പ്രൊജക്ഷൻ വിച്ച് ഈസ് എ വെർട്ടിക്കൽ ലൈൻ. നമ്മൾ പോയിന്റ് 3നെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം 2 ഒക്കെ പ്രൊജക്റ്റ് ചെയ്തപ്പം എക്സാക്ട്ലി OB യുടെ മുകളിൽ നമുക്കൊരു സിംഗിൾ പോയിന്റിൽ അത് ഇൻ്റർസെക്റ്റ് ആയിട്ട് കാണും. 1 പ്രൊജക്റ്റ് ചെയ്തു ഓൺ OA, സിംഗിൾ പോയിന്റ് ആയിട്ട് കണ്ടു. ബട്ട് ഇൻ കേസ് ഓഫ് പോയിന്റ് 3 വി ഹാവൻറ്റ് എനി പോയിന്റ്, നമുക്കൊരു പോയിന്റ് ആയിട്ട് കിട്ടിയില്ല, ജസ്റ്റ് ആ ലൈനിൽ കൂടെ നേരെ അങ്ങ് പാസ് ചെയ്ത് പോയി. എവിടെയാണ് ഈ പറഞ്ഞ പോയിന്റ് 3 എന്ന് പറയുന്നത് നമുക്ക് എക്സാക്റ്റ് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, just because the OC, the slant edge or generator OC is perpendicular to VP, അല്ലേ. ജസ്റ്റ് ഒരു വെർട്ടിക്കൽ ലൈൻ ആയതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് നമുക്ക് കിട്ടാത്തത്. ഓക്കെ, യെസ്, ഹലോ ആതിര. സർ 30 ഡിഗ്രി ലൈനിൽ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്.
ക്ലിയർ ആയില്ല. 30 ഡിഗ്രി എക്സ് വൈ ലൈനുമായിട്ടുള്ള മെഷർമെൻ്റ് ആണോ എന്നല്ലേ ചോദിച്ചത്? യെസ്, ഇതായിരിക്കും 30 ഡിഗ്രി. നമ്മളോട് പറഞ്ഞത് 30 ഡിഗ്രി ഇൻക്ലൈൻ ടു എച്ച് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ ദ ഫ്രണ്ട് വ്യൂ ഓഫ് ദാറ്റ് സെക്ഷൻ പ്ലെയിൻ ഇറ്റ് വിൽ ബി 30 ഡിഗ്രി ഇൻക്ലൈൻ ടു എക്സ് വൈ ലൈൻ ആസ് യൂഷ്വൽ. ബട്ട് ഈ എക്സ് വൈ ലൈൻ ഏതിലൂടെ പാസ് ചെയ്യുന്നുള്ളത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് പാസിങ് ത്രൂ ദി എക്സ്ട്രീം റൈറ്റ് എൻഡ് ഓഫ് ദ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ഇവിടെയുണ്ട്, അതിൻ്റെ എക്സ്ട്രീം റൈറ്റ് എൻഡിലൂടെ പാസ് ചെയ്യണം. സോ നിങ്ങളൊരു 30 ഡിഗ്രി ലൈൻ അസ്യൂം ചെയ്യാം. ദാറ്റ് ലൈൻ ഷുഡ് പാസ് ത്രൂ ദി പോയിന്റ് ഇയിലൂടെ പാസ് ചെയ്യുന്ന ഒരു 30 ഡിഗ്രി ലൈൻ. തൊട്ട് മുമ്പൊക്കെ നമ്മളോട് പറഞ്ഞു ബൈസെക്റ്റിംഗ് ദ ആക്സസ് എന്നൊക്കെ പറഞ്ഞു, എന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന പോലെ. ഇപ്പോൾ അതല്ല, ഈ ഒരു കോർണറിലൂടെ പാസ് ചെയ്യുന്നത് പോലെ. ഓക്കെ, സോ വിച്ച് ഈസ് 30 ഡിഗ്രി ഇൻക്ലൈൻ ടു ദി എക്സ് വൈ ലൈൻ. ആ ഇൻക്ലിനേഷൻ്റെ കാര്യം മിസ്സായതാണ്. ഓക്കെ, നിങ്ങൾ ആ സെക്ഷൻ്റെ വീഡിയോ കണ്ടപ്പോൾ അതിൽ ചെയ്തിട്ടുണ്ട്, ഞാനതിൽ കോപ്പി ചെയ്തപ്പോൾ മിസ്സായതാണ്. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് നോക്കാം. ദ പോയിൻറ്റ് 3 ആണ് നമുക്ക് കിട്ടാത്തത്, കാരണം 3 പ്രൊജക്റ്റ് ചെയ്തപ്പോൾ ഒ സിയുടെ മുകളിൽ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് ആയിട്ട് കിട്ടിയില്ല. ജസ്റ്റ് ആ ലൈനിൽ കൂടെ തന്നെ ഇൻ്റർസെക്റ്റ് ചെയ്ത് അങ്ങ് പോയി. ഓക്കെ, കൊലീനിയർ ആയിട്ട് അങ്ങ് പോയി. സോ പ്രൊജക്റ്റിംഗ് ദ പോയിൻറ്റ് 3 ഓൺ ഒ സി ഈസ് ഡിഫിക്കൾട്ട്, റൈറ്റ്? എന്തുകൊണ്ട് മാത്രമാണ് ഡിഫിക്കൽട്ട് ആയത്? ഈ ഒ സി എന്ന് പറയുന്നത് വേർട്ടിക്കൽ ഓർ പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ ആയതുകൊണ്ട്. കാരണം നമ്മുടെ പ്രൊജക്ഷൻ ലൈൻ, ഞാൻ ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ലൈനും പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ആണ്, ഒ സിയും പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ആണ്. സോ രണ്ടുപേരും കൊലീനിയർ ആയിട്ട് അങ്ങ് പോകും. അതാണ് നമ്മളൊരു വിഷയം. ഓക്കെ, ഇഷ്യൂ. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടി ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ് പ്രൊസീജിയർ. ഇമാജിൻ ദാറ്റ് നമ്മൾ ചെയ്യുന്നത് റൈറ്റ്. ഞാനിപ്പോൾ പ്രൊസീജിയർ ഒന്ന് പറയാം. ഓക്കെ, അതിൻ്റെ വിഷ്വലൈസ് ചെയ്യാൻ ഞാൻ അതിൻ്റെ ഫിഗർ വരച്ചിട്ടില്ല, ജസ്റ്റ് 3D ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അതിൻ്റെ പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ചെയ്യുന്നത് ഈ ഒ സി എന്ന് പറയുന്ന സാധനം ഇവിടെ പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ പോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്. സോ നമുക്ക് കാണാം ഒ എയുടെ മുകളിൽ എക്സാക്ട് 1 മാർക്ക് ചെയ്യാൻ പറ്റി, ഒ ബിയുടെ മുകളിൽ എക്സാക്ട് 1 മാർക്ക് ചെയ്യാൻ പറ്റി, ബട്ട് ഒ സിയുടെ മുകളിൽ പറ്റുന്നില്ല. ഓക്കെ, സോ ഇഫ് ദ പൊസിഷൻ ഓഫ് ഒ സി ഈസ് സ്ലൈറ്റ്ലി ഇൻക്ലൈൻ ടു ദിസ് പൊസിഷൻ, വളരെ കുറച്ചെങ്കിലും ഒന്ന് ഇൻക്ലൈൻ ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രൊജക്റ്റ് നേരെ അതിൻ്റെ മുകളിൽ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് rotate the OC, okay, rotate the OC towards any of the side. ആക്ച്വലി ജസ്റ്റ് ഒന്ന് വളരെ കുറച്ച് റൊട്ടേറ്റ് ചെയ്താലും മതി. ഞാൻ കുറച്ച് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഐ ആം റൊട്ടേറ്റിംഗ് ദ ജനറേറ്റർ OC ടുവേർഡ്സ് ദ ഹോറിസോണ്ടൽ, അല്ലെങ്കിൽ ഒ ഇയുടെ പൊസിഷനിലേക്ക് ഞാൻ ഒ സിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇമാജിൻ ദാറ്റ് ഞാൻ ഈ പറഞ്ഞ സീനെ എടുത്ത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു വിചാരിക്കാം. ദാറ്റ് മീൻസ് നൗ the corner, that means the built up corner E and C is on the same position, right? E and C ഇപ്പോൾ ഒരു സ്ഥലത്താണുള്ളതെന്ന് വിചാരിക്കുക. സി ഞാൻ ഇതുപോലെ എടുത്തു. ദാറ്റ് മീൻസ് ഒ സി എന്ന് പറയുന്ന ജനറേറ്റർ അതുപോലെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വന്നു. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. Right, so rotate the OC towards the horizontal, that means up to E. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒ സി റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സിയുടെ ഫ്രണ്ട് വ്യൂ നോക്കുക. സിയുടെ ഫ്രണ്ട് വ്യൂ എവിടെയാണ് ഉള്ളതെന്ന്. സിയുടെ ഫ്രണ്ട് വ്യൂ ഉള്ളത് ഇപ്പോൾ ഇവിടെയാണ്. ഇതാണ് സിയുടെ ഫ്രണ്ട് വ്യൂ പോയിന്റ്. ഓക്കെ, ഈ പോയിന്റാണ് സിയുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. റൈറ്റ്, റൈറ്റ്. സോ സിയുടെ ഫ്രണ്ട് വ്യൂ ഇവിടെയുണ്ട്, സിയുടെ ടോപ്പ് വ്യൂ ഇവിടെയുണ്ട്. ഞാൻ സിയുടെ ടോപ്പ് വ്യൂവിനെ എടുത്ത് റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദ കറസ്പോണ്ടിങ് ചേഞ്ച് വിൽ റിഫ്ലക്റ്റ് ഓൺ ദ ഫ്രണ്ട് വ്യൂ ഓൾസോ, റൈറ്റ്? സോ സി റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സി ഡാഷ് ഡെഫിനറ്റ്ലി റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ നേരെ മേലെ വന്ന് കിടക്കും, അല്ലേ? സി സ്മോൾ ലെറ്റർ സി ഇതാണെങ്കിൽ സി ഡാഷ് ഡെഫിനറ്റ്ലി ഇവിടെ ആയിരിക്കും ഉണ്ടാവുന്നത്. Okay, right. Then now C is rotated to here in top view. The corresponding change will reflect on the front view also. C dash will move to this point. Okay, അപ്പോൾ ഇപ്പോൾ സി ഇവിടെയുള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു കാര്യം, ഞാൻ ആ ടോപ്പ് വ്യൂ ജസ്റ്റ് ഒന്ന് മാറ്റണം തൽക്കാലത്തേക്ക്. വി ക്യാൻ സേ ദാറ്റ് നൗ ദ ജനറേറ്റർ ഒ സി ഈസ് ദിസ് വൺ, അല്ലേ? സി ഇവിടെ വന്നു. ദാറ്റ് മീൻസ് ഒ സി, ഒ ഇ ഓൾറെഡി അവിടെ ഉണ്ട്. ഐ എം നോട്ട് കെയർ അബൌട്ട് ദാറ്റ്. ഒ സി ഇപ്പോൾ ഇവിടെയാണുള്ളത്.
റൈറ്റ്. ദാറ്റ് മീൻസ് ഒ സിനെ കട്ട് ചെയ്ത ഒരു പോയിൻ്റ് ആണ് 3. ഓക്കെ, ക്യാപിറ്റൽ ഒ സി കട്ട് ചെയ്ത പോയിൻ്റ് ആണ് 3. ഞാൻ ഒ സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ സി പോയിൻ്റ് ഇവിടത്തേക്ക് വന്നപ്പോൾ ഒ സി ഇവിടത്തേക്ക് മാറി. ദ കറസ്പോണ്ടിങ് ചേഞ്ച് വിൽ റിഫ്ലക്റ്റ് ഓൺ ദ ഫ്രണ്ട് വ്യൂ ഓൾസോ. ദാറ്റ് മീൻസ് ദാറ്റ് ഒ സി, ഞാൻ ജസ്റ്റ് വേറെ ഏതെങ്കിലും ഒരു കളർ യൂസ് ചെയ്യാം, മേ ബി ദിസ്. ദാറ്റ് പോയിൻ്റ് 3 will be shifted to this position. Okay, just ഒന്ന് മാർക്ക് ചെയ്യാം. Okay, right. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദിസ് ഈസ് ദ പോയിന്റ് 3. ഫോർ എക്സാമ്പിൾ ഞാൻ എന്നിട്ട് 3 ഡബിൾ ഡാഷ് എന്നൊക്കെ ഒരു പേര് കൊടുക്കുകയാണ്. ഓക്കെ, 3 ഡബിൾ ഡാഷ് എന്ന് പേര് കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് ഇത്രയാണ് സംഭവിച്ചത്. ഒ സി എന്ന് പറയുന്ന ജനറേറ്ററിനെ എടുത്തിട്ട് ഞാൻ നേരെ സൈഡിലോട്ട് മാറ്റി വെച്ചു. സോ ഒ സി ഇവിടത്തേക്ക് വന്നു. ദ കറസ്പോണ്ടിങ് ചേഞ്ച് വിൽ റിഫ്ലക്ട് ഓൺ ദ പോയിന്റ് 3 ഓൾസോ. 3യും അതുപോലെ തന്നെ നേരെ ഇങ്ങോട്ടേക്ക് വരും. ദാറ്റ് മീൻസ് സി ഇത് ഏറ്റവും എക്സ്ട്രീം ലെഫ്റ്റിലേക്ക് പോയി. അപ്പോൾ അവിടെയുള്ള പോയിന്റ് 3യും എക്സ്ട്രീം ലെഫ്റ്റിലേക്ക് പോയി. ഓക്കെ, ഇതുകൊണ്ടുള്ള യൂസ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 3യുടെ പോയിന്റ് ഇതാണ്. ഓക്കെ, സോ ഒ സി ഈസ് ഹിയർ, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ഓഫ് ഒ സി ഈസ് ഹിയർ ആൻഡ് ദ പോയിന്റ് 3 ഈസ് ലൊക്കേറ്റഡ് ഹിയർ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ, ജസ്റ്റ് ഞാൻ മറ്റൊരു കളർ യൂസ് ചെയ്യാണ്, വളരെ എളുപ്പത്തിൽ ഈ ഒരു പോയിന്റ് 3 നമുക്കിവിടെ പ്രൊജക്റ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഈ പോയിന്റിൻ്റെ പേരെന്തായിരിക്കും, നമ്പർ എന്തായിരിക്കും? അപ് ടു 1 to whatever it is, 1 to 8 ഏതായിരിക്കും ആ പോയിന്റ്? ഇപ്പോൾ എക്സാക്ട്ലി പോയിന്റ് 3. ഓക്കെ, പോയിന്റ് 3യുടെ ഒരു ഇമാജിനറി പൊസിഷനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണെങ്കിൽ ഇഫ് ദ ജനറേറ്റർ ഒ സി ഈസ് ദിസ്, ദെൻ ദിസ് പോയിന്റ് വിൽ ബി പോയിന്റ് 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് എ സെക്കൻഡ്. റൈറ്റ്, ആക്ച്വലി ആ കോമ്പസ് അതിലോട്ട് അത്രയും റേഞ്ചിൽ വരയ്ക്കാൻ പറ്റുന്നില്ല. റൈറ്റ്, അപ്പോൾ അടുത്ത പ്രൊസീജിയർ എന്തായിരിക്കും? അടുത്ത ഞാൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഞാൻ കോമ്പസ് ഒക്കെ ആയിരുന്നു എടുത്തത്, ബട്ട് എനിക്ക് ആ ഡയമെൻഷൻ കിട്ടുന്നില്ല. എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? എനിവൺ പ്ലീസ്, എനി ഗസ്? എനി ഗസ്? സർ 3 റൊട്ടേറ്റ് ചെയ്തിട്ട് OC-ൽ വന്ന് എക്സാക്ട്ലി. ആക്ക് ഈ പോയിന്റ് നമുക്കിവിടെ ഒരു 3 കിട്ടിയിട്ടുണ്ട്. ആ 3നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, റൊട്ടേറ്റ് ബാക്ക് ടു ദി ഇനീഷ്യൽ പൊസിഷൻ. എനിക്ക് ആക്ച്വലി എൻ്റെ കോമ്പസിൽ അത്രയും ഡയമെൻഷൻ മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ അത് എനിക്കത് കൃത്യമായിട്ട് കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഓക്കെ, ഓൾമോസ്റ്റ് ഹിയർ. ഓക്കെ, rotate back to the initial position. Okay, then that point will be our 3. Point 3. ഓക്കെ, ഇവിടെ ഒരു വിഷയം വന്നത്, ഇവിടെ ഒരു ലൈൻ പെർപെൻഡിക്കുലർ ഓർ കൊലീനിയർ ടു ദ പ്രൊജക്ഷൻ ലൈൻ ആയിപ്പോയി. അതുകൊണ്ട് മാത്രം ഇതൊരു വെർട്ടിക്കലായിട്ട് വന്നതെന്ന് മാത്രം. എനിക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇവിടത്തേക്ക് മാറ്റി വെച്ചാലും മതി, ബട്ട് കൺഫ്യൂസിങ് ആക്കുന്നില്ല ഞാനപ്പോൾ ഒ സി എടുത്ത് നേരെ റൊട്ടേറ്റ് ചെയ്ത് ഹൊറിസോണ്ടലാക്കി. സെയിം ചേഞ്ചസ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ടുണ്ടാകും. സി നേരെ ഈ ഒരു എൻഡിലേക്ക് പോകും, അതിൻ്റെ സെക്ഷൻ പോയിന്റ് നേരെ ഇതിലോട്ട് പോകും, നേരെ ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, സോ കറസ്പോണ്ടിങ് പോയിന്റ് 3നെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു, ന്യൂ ലൈനിലേക്ക് കൊണ്ടുവരുന്നു, ദെൻ അഗെയിൻ റൊട്ടേറ്റിംഗ് ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ. ദാറ്റ്സ് വാട്ട് അവർ 3. ദെൻ അഗെയിൻ ദ നെക്സ്റ്റ് പോയിന്റ് 4. ഓക്കെ, point 4 same. Point 4 is on OD. OD-ൽ 4 കാണാം. Project that point 4 onto OD. ഇവിടെ ആയിരിക്കും പോയിന്റ് വരുന്നത്, which is our 4, number 4. Number 4.
Okay, then the last one in the visible, which is 0.5. 0.5 ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുക. 0.5 നേരെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ടോപ്പ് വ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ മീറ്റ് ചെയ്യും. ഓക്കെ, ഓൺ OE. Okay, so that point, that means the same point, ഈ ഒരു പോയിന്റിലായിരിക്കും നമുക്ക് കിട്ടുന്നത്, which is 0.5, which is the 0.5. Then the next one, that means 0.6. 0.6 is on OF. So 6നെ നേരെ പ്രൊജക്റ്റ് ചെയ്യുക. 6നെ നേരെ പ്രൊജക്റ്റ് ചെയ്യുന്നു അപ് ടു OF. ഇതാണ് OF എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, point 6. Then the last one, so the next one is 7. 7 ഈ പറഞ്ഞ പോലെ തന്നെ same issue. That means while we projecting the point 7 onto OG, 7 is on OG, we will get the collinear line. The projection line and the generator is our collinear, so we won't get that point. Okay, same procedure. That means rotate the OG towards the right or left. Wherever, rotate the OG towards the left or right, then we can see that the point 7 is 7 and G also rotating or moving to the extreme right or left. Okay, ഇവിടെ ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം, just because the point 3 and 7 are on same position. Okay, so നമ്മൾ OGനെ എടുത്ത് റൈറ്റ് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്തു, ഓർ ലെഫ്റ്റ് വെറവർ റൈറ്റിലോട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്തു വിചാരിക്കുക. The 7 is also rotated or shifted to the extreme right end, and just project the point 7 towards here, then rotate back to the initial position. Actually ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇവിടെ ഞാൻ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആദ്യം പ്ലാനിൽ ചെയ്യാൻ പറ്റും. whenever we get the point 3, we can repeat the same procedure for the point 7 also. That means this distance, ഈ ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ട് നേരെ നമുക്ക് ഇവിടത്തേക്കും മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് റഫായിട്ട് മാർക്ക് ചെയ്യാണ്. ജസ്റ്റ് എ സെക്കൻഡ്. ഇത് കറക്റ്റ് അല്ല ആക്ച്വലി, നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് നീറ്റായിട്ട് ചെയ്യാം. ആൻഡ് over here, okay, same distance തന്നെയായിരിക്കും, right? So this might be our point 7. This is our point 7, and okay, next one, point 8. That means projecting the point 8 towards OH. So this will be the point 8. Okay, this is the point 8. എല്ലാ കോർണേഴ്സും നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. That means now we have the front view, sectional front view, sectional top view, all the points we have. Okay, right, എല്ലാ പോയിന്റ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എല്ലാവരെയും ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, ജോയിൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, സോ നമ്മൾ പോയിന്റ്സ് കാണാം. 1 2 3 4 5 6 7 8 1. ഓക്കെ, പോയിന്റ്സ് മാറിപ്പോയത് ഇവിടെ നമുക്കൊരു എക്സ്ട്രാ ഒരു കൺസ്ട്രക്ഷൻ പോയിന്റ് കൂടി ഉണ്ടായിരുന്നു, തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. സോ നൗ വി ഹാവ് ദ കോർണേഴ്സ്, റൈറ്റ്? തൊട്ട് മുമ്പിൽ നമ്മൾ ഇതുപോലെ സെക്ഷൻ കോർണേഴ്സ് കിട്ടിയപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ടായിരുന്നു ജോയിൻ ചെയ്തത്. ജസ്റ്റ് ബിക്കോസ് ദേ ആർ ദ എഡ്ജസ് വെയർ or the base shape or polygon where the rectangular or pentagonal prism and pyramids. Okay, so അതൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ചെയ്യണം, കാരണം ദ ബേസ് ഈസ് മേഡ് അപ്പ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്. ബേസ് ഒക്കെ ഉള്ളത് സ്ട്രെയിറ്റ് എഡ്ജസ് വെച്ചിട്ടാണ്. പക്ഷേ ഈ കേസിൽ
curved ആണ്, circular pattern ആണ്. So it should be a free hand smooth curve passing through the all points. Okay, so നമ്മൾ ഏറ്റവും ഫൈനൽ ഫിഗർ ആണ് വരയ്ക്കാൻ പോകുന്നത്. ഐ എം ഗോയിങ് വിത്ത് എ കണ്ടിന്യൂസ് തിക്ക് ലൈൻ വിത്ത് എച്ച് പെൻസിൽ. Okay, from 1 and 2 3 4 5 is here actually, and 6 7 8 2 1. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഫൈനൽ. ദെൻ ബാക്കി ഇവിടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നമുക്ക് ഫൈനൽ സെക്ഷൻ ആയിരിക്കും, സെക്ഷണൽ ടോപ്പ് വ്യൂ. സോ വി നീഡ് ടു ഹാച്ച് ദിസ് ഏരിയ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഹാച്ച് ചെയ്യുക. equidistant thin line 45 degree. Okay, okay, റൈറ്റ്. ബാക്കി ഏരിയസ് ഇത് ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് വളരെ നീറ്റില്ല, ഒട്ടും നീറ്റില്ല. നിങ്ങൾ വരയ്ക്കുമ്പോൾ വളരെ ഫ്രീ ഹാൻഡായിട്ട് സ്മൂത്ത് കർവ് വെച്ചിട്ട് വരയ്ക്കാം. നിങ്ങളുടെ കയ്യിലൊരു ഫ്രഞ്ച് കർവ് എന്ന് പറയുന്നൊരു ഇൻസ്ട്രുമെൻ്റ് കൂടി ഉണ്ടാവും നിങ്ങളുടെ സെറ്റ് സ്ക്വയറിൻ്റെ കൂടെ, അത് വെച്ചിട്ടും വരയ്ക്കാം. ബട്ട് ഇഫ് യു നോട്ട് യൂസ്ഡ് വിത്ത് ദാറ്റ്, ജസ്റ്റ് ഗോ വിത്ത് യുവർ ഫ്രീ ഹാൻഡ്. ഓക്കെ, ഫ്രീ ഹാൻഡായിട്ട് സ്മൂത്ത് കർവ് വെച്ചിട്ട്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ, സെക്ഷണൽ ടോപ്പ് വ്യൂ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് വി നീഡ് ടു ഫൈൻഡ് ദ റിമൈനിങ് പോർഷൻ ഓഫ് ദാറ്റ് സോളിഡ് വിത്ത് കണ്ടിന്യൂസ് തിക്ക് ലൈൻ. ദാറ്റ് മീൻസ് ദീസ് പോർഷൻസ്, the top portion is get removed. Then the remaining portions are from here up to this and this one. Okay, കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരയ്ക്കാം. ഓക്കെ, ദിസ് വൺ ആൻഡ് ദിസ് വൺ. ഇനി എന്തൊക്കെ ബാക്കിയുണ്ടാവും ഫ്രണ്ട് വ്യൂവിൽ വരയ്ക്കാൻ? സെക്ഷണൽ ഫ്രണ്ട് വ്യൂവിൽ, സെക്ഷണൽ ഫ്രണ്ട് വ്യൂ കഴിഞ്ഞോ? എനി ഒപ്പീനിയൻ? സെക്ഷണൽ ഫ്രണ്ട് വ്യൂ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇനി? സോറി, ഓക്കെ, അത് ട്രൂ ഷേപ്പ് ഓഫ് സെക്ഷൻ. ഓക്കെ, ഞാൻ ചോദിച്ചത് സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള സോളിഡിൻ്റെ ഫൈനൽ ഫ്രണ്ട് വ്യൂ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിത് ബാക്കി വന്ന പോർഷൻസൊക്കെ വരച്ചു കഴിഞ്ഞു. സെക്ഷണൽ കോർണേഴ്സ് ഇവിടെയുണ്ട്. ആക്ച്വലി ഇങ്ങനെയാണ് നമ്മുടെ സോളിഡ് ബാക്കി കിടക്കുന്നത്. ഇത്രയും ബാക്കിയുള്ളൂ, ഈ ഒരു വളരെ ചെറിയ പോർഷൻ. ഇത്രയും പോർഷനൊക്കെ കട്ട് ചെയ്ത് പോയി. ഓക്കെ, ഇതൊക്കെ കട്ട് ചെയ്ത് പോയി. ഈ ഒരു പോർഷനേ ബാക്കിയുള്ളൂ. ഇവിടെ ഒരു പുതിയൊരു എഡ്ജ് ഡെഫിനറ്റ്ലി അവിടെ ഫോം ചെയ്യും. ബട്ട് നമ്മളത് വരയ്ക്കില്ല, കാരണം വി നീഡ് ടു ഷോ ദ സെക്ഷൻ പോയിന്റ്സ് ആൻഡ് സെക്ഷൻ ലൈൻ ദർ. സോ ജസ്റ്റ് കീപ്പ് ഇറ്റ് ദർ. ഓക്കെ, സോ നമ്മൾ അതുപോലെ തന്നെ വെച്ചു. ഇനി ബാക്കിയുള്ള 1-2 പേരെന്ന് പറയുന്നത് ഇവിടെയുള്ള കുറച്ച് ജനറേറ്റേഴ്സാണ്, റിമൈനിങ് ജനറേറ്റേഴ്സ്. ഓക്കെ, ബട്ട് ദേ ആർ ആക്ച്വലി ഇമാജിനറി വൺ. ഓക്കെ, ബിൽട്ട് അപ്പ് വൺ. സോ അതൊന്നും നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല, വരയ്ക്കരുത്. നമുക്ക് ആകെ സോളിഡിൽ കോണായതുകൊണ്ട്, ഇപ്പോൾ ഇതൊരു പെൻറ്റഗണൽ പിരമിഡ് ഓർ ഹെക്സഗണൽ പിരമിഡ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് സം സ്ലാൻഡ് എഡ്ജസ് ഹിയർ. ബട്ട് കോണിൻ്റെ കേസ് ആയതുകൊണ്ട് മാത്രം, ജസ്റ്റ് ബിക്കോസ് ദ ബേസ് ഈസ് സർക്കിൾ, നമുക്ക് പറയാം ദ റിമൈനിങ് പോർഷൻ ഈസ് ജസ്റ്റ് ദിസ് വൺ. ഓക്കെ, ഈ ഒരു എഡ്ജ് ബാക്കിയുണ്ട്, ബേസ് ബാക്കിയുണ്ട്, ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ റിമൂവ് ചെയ്ത് പോകും. ഓക്കെ, സോ നൗ ദ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ഈസ് കംപ്ലീറ്റഡ്. നൗ ഇറ്റ്സ് കംപ്ലീറ്റഡ്. ദെൻ ഗോയിങ് ഫോർ ദ സെക്ഷണൽ ടോപ്പ് വ്യൂ. സെക്ഷണൽ ടോപ്പ് വ്യൂ നമുക്കറിയാം, ഞാനതും വളരെ റഫായിട്ട് വരയ്ക്കുകയാണ്. ദിസ് വൺ, ഇത്രയും പോർഷൻ ബാക്കിയുണ്ട്. ഓക്കെ, ഇത് കംപ്ലീറ്റ്. ദെൻ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഈ ഒരു കാര്യം, ഇതും കൂടെ ബാക്കിയുണ്ടാവും. റൈറ്റ്. ഇനി നമുക്ക് ബാക്കിയുള്ള സോളിഡ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് ആക്ച്വലി നമുക്ക് ബാക്കി വന്ന സോളിഡ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ ഈ ജനറേറ്റേഴ്സ് ഡാർക്കൻ ചെയ്യരുത്. ഓക്കെ, ഈ ജനറേറ്റേഴ്സ് ഒന്നും ഡാർക്കൻ ചെയ്യാൻ പാടില്ല, ബിക്കോസ് ദേ ആർ കൺസ്ട്രക്ഷൻ ലൈൻസ്, ഇമാജിനറി ലൈൻസ്. ഓക്കെ, സോ ഇവിടെ ഒരു ന്യൂ ഏരിയ ഉണ്ടാവും, ഒരു സെക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഔട്ടറിലും. ഞാൻ തൽക്കാലം ഒന്ന് കളയുകയാണ് നീറ്റ്നെസ്സിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ഒന്ന് ഡാർക്കൻ ചെയ്തിരിക്കണം. ഓക്കെ, ഞാനത് ചെയ്ത് വൃത്തികേടാക്കുന്നില്ല, കംപ്ലീറ്റ് ഡാർക്കൻ ചെയ്തിരിക്കണം. ഓക്കെ, റൈറ്റ്. സോ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആൻഡ് സെക്ഷണൽ ടോപ്പ് വ്യൂ ഈസ് കംപ്ലീറ്റഡ്. സോ യു ക്യാൻ സീ ദാറ്റ്. ഓക്കെ, കംപ്ലീറ്റ് ഡാർക്കൻ ചെയ്യുക. റൈറ്റ്. ദെൻ ബാക്കി വന്നിരിക്കുന്ന ഏരിയ
hatch ചെയ്ത് വെക്കാം. Now it's going for the true shape of section. If the question asks for the true shape of section, go for true shape. That means true shape നമുക്ക് കാണാൻ പറ്റുന്നത് while we looking from a portion which is perpendicular to that section plane. That means from over here. നമ്മൾ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, true shape of section കാണാം. That means draw some perpendiculars. Okay, draw some perpendicular to the section plane from every points. Okay, all right, ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫ്രം ദിസ് പോയിന്റ് മേ ബി perpendicular to the section plane. Okay, draw projectors. Okay, almost. Then the next one, അടുത്ത പോയിന്റ്സ് ഒന്നും പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ വരയ്ക്കുന്ന ലൈൻസ് ഒക്കെ ഫസ്റ്റ് വൺ പെർപെൻഡിക്കുലർ ആയിരിക്കണം, ബാക്കി വരയ്ക്കുന്നതൊക്കെ പാരലൽ ടു ദി ഫസ്റ്റ് വൺ ആയിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാ കോർണേഴ്സിൽ നിന്നും. റൈറ്റ്, സോ എല്ലാ കോർണേഴ്സും നമ്മൾ പെർപെൻഡിക്കുലേഴ്സ് ഡ്രോപ്പ് ചെയ്തു. ദെൻ ഇവിടെ ആയിരിക്കും നമ്മുടെ സെക്ഷണൽ ട്രൂ ഷേപ്പ് ഓഫ് സെക്ഷൻ കിട്ടുന്നത്. സോറി, ട്രൂ ഷേപ്പ് ഓഫ് സെക്ഷൻ. സോ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ, 1 2 3 4 5 6 7 8. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ തവണയും ഈ ഒരു, ഫോർ എക്സാമ്പിൾ 1 ആണ് വരയ്ക്കുന്നതെങ്കിൽ മെഷർ ദ ലെങ്ത് ഫ്രം XY to 1. XY എന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ്, ദ 1 ഇവിടെയുണ്ട്. XY എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് മീൻസ് ദിസ് വൺ. മെഷർ ദിസ് ഫ്രം യുവർ കോമ്പസ് from here up to 1. Okay, XY to the point 1, and that distance from the projector of 1. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസ് ലൈൻ വെച്ചിട്ട് അവിടുന്ന് മാറ്റി വരയ്ക്കാം. ഓക്കെ, ഞാനിത് തൽക്കാലം കംപ്ലീറ്റ് ചെയ്യുന്നില്ല. This is our point 1. The same procedure for the point 2 also. That means this is the projector of 2. Perpendicular distance ആണ് എടുക്കാൻ. 2ൻ്റെ നേരെ മേലെ നിന്ന് XY ലൈനിൽ നിന്ന് up to 2 ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. Then going to the projector of 2, 2ൻ്റെ പ്രൊജക്ടേഴ്സിൽ കട്ട് ചെയ്യുക. Okay, this one is our point 2. Okay, then next one is point 3. ഇതാണ് 3യുടെ പ്രൊജക്ടേഴ്സ്. Measuring the distance from XY to point 3 and going to the projectors of, or perpendicular of, point 3. Right, okay, so just on the പേര് കൊടുക്കാം. This point 1. Any message? Okay. This is point 2, and which is point 3. Right, like that 1 to 8 points join കണ്ടുപിടിക്കാം. ഫിഗറുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് 2ൻ്റെ കറസ്പോണ്ടിങ് 8 പോയിന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 8 ഓവർ ഹിയർ അറൗണ്ട് ഇവിടെ ആയിരിക്കും വരുന്നത്. സോ ഓവർലാപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി റെഫറൻസ് ലൈൻ വരയ്ക്കുക പാരലൽ ടു ദാറ്റ് സെക്ഷൻ പ്ലെയിൻ. ദെൻ പോയിന്റ്സ് കണ്ടുപിടിക്കുക. ഇവിടെയും പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് വി ഹാവ് ദ പോയിന്റ്സ് ഇൻ ഓർഡർ 1 to 8. സോ ഗോ വിത്ത് കണ്ടിന്യൂസ് തിക്ക് ലൈൻ and join the points with soft curve. Okay, almost like this. Then ആ ഒരു റീജിയനൊക്കെ ഹാച്ച് ചെയ്തിട്ടും കാണിക്കുക. റൈറ്റ്, ഇത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, ടൈം എടുക്കുന്നതുകൊണ്ട്. ഓക്കെ, 45 degree equidistant and uniformly distributed hatching lines. റൈറ്റ്, ഞാൻ ഈ വരച്ചിരിക്കുന്നത് രണ്ടും ഒട്ടും നീറ്റില്ല. സോ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ടൈം എടുത്ത് ഫ്രീ ഹാൻഡായിട്ട് വരച്ചു തുടങ്ങുക. കാരണം ബേസ് സർക്കിളായിട്ടുള്ള, ദാറ്റ് മീൻസ് പ്രിസം ആൻഡ് കോൺ, രണ്ട് ക്വസ്റ്റ്യൻ്റെയും കേസിൽ
ഈ പറഞ്ഞ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എന്തായാലും വരും. ഓക്കെ, റൈറ്റ്. സോ ദിസ് അവർ ട്രൂ ഷേപ്പ് ഓഫ് സെക്ഷൻ. If possible, just mention that this is our true shape of section. Okay, true shape of section, and this one is our sectional front view. Sectional front view, and this one is our sectional top view. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് വെക്കുക. എല്ലാ ഡയമെൻഷൻസും ഇൻക്ലൂഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ദ ഡയമീറ്റർ ഓഫ് ദ ബേസ്, ലെങ്ത് ഓഫ് ആക്സിസ് ഓർ ഹൈറ്റ് ഓഫ് ആക്സിസ്, ആൻഡ് ദ ഇൻക്ലിനേഷൻ ടു ദ എക്സ് വൈ ലൈൻ. 3 ഡയമെൻഷൻസ് മാത്രമേ ഡയമെൻഷൻ ചെയ്യാനുള്ളൂ. ആ 3 കാര്യങ്ങളും കൃത്യമായിട്ട് ഡയമെൻഷൻ ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ 0.8 മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഞാനിപ്പോൾ വരച്ചതിൽ അതില്ല എന്ന് മാത്രം. അങ്ങനെ 8 വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റെഫറൻസ് ലൈൻ പാരലൽ ടു ദിസ് സെക്ഷൻ പ്ലെയിൻ ആദ്യം വരയ്ക്കുക. ദെൻ 1 എന്ന് മെഷർ ചെയ്യാതെ 1ൻ്റെ പോയിൻ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ. റൈറ്റ്, എനി ഡൗട്ട്? Any doubt? Hello?